മൂവാറ്റുപുഴ മാറാടി സ്വദേശി കണ്ണൻ വഴിയരികിൽ സ്വന്തം മക്കളെപ്പോലെ നട്ടുനനച്ച് വളർത്തിയ വൃക്ഷത്തൈകൾ വീണ്ടും സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. MC റോഡിൽ KSEB സബ്സ്റ്റേഷന് സമീപം പ്രകൃതി സ്നേഹിയായ മാറാടി ചങ്ങാലിമറ്റം CC കണ്ണൻ നട്ടുവളർത്തിയ വൃക്ഷത്തൈകളും ചെടികളുമാണ് കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയത്. കണ്ണൻ വഴിയരികിൽ സ്വന്തം മക്കളെപ്പോലെ നട്ടുനനച്ച് വളർത്തിയ വൃക്ഷത്തൈകൾ വീണ്ടും സാമൂഹിക വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. MC റോഡരികിൽ KSEB സബ്സ്റ്റേഷന് സമീപം പ്രകൃതി സ്നേഹിയായ മാറാടി ചങ്ങാലിമറ്റം CC കണ്ണൻ നട്ടുവളർത്തിയ വൃക്ഷത്തൈകളും ചെടികളുമാണ് കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയത്. ഒരു 10-25 വർഷമായി പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങിയിട്ട് ഈ പേര അതുപോലെ തന്നെ മൾബറി ഇത് വെച്ച് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ വെട്ടിയതാണ്. ഈ പരസ്യ ബോർഡുകാരനാണ് അന്ന് വെട്ടിയത്, ഈ പരസ്യ ബോർഡുകാരൻ. അപ്പോൾ അതങ്ങനെ വെട്ടി നശിപ്പിച്ചു. അപ്പോൾ അതിന് കേസും ഒക്കെ ആയപ്പോൾ അവർ തന്നെ അത് ഒതുക്കി തീർത്തു. അതിന് ശേഷം ഇത് പിന്നീട് നട്ട് വീണ്ടും വെള്ളം കോരി വെച്ചാൽ നനച്ച് ഇത് വളർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ കായായി, ആവശ്യം പോലെ കായായി. തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങൾ, പള്ളിക്കൂടത്തിൽ പോകുന്നവർ, പള്ളിയിൽ പോകുന്നവർ, ഇവിടെ തണൽ പോലെ ഇരിക്കാൻ നിൽക്കുന്നവർ ഇവരെല്ലാം പറിച്ച് തിന്നുകൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചേട്ടന് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, ആ ചേട്ടനോടൊക്കെ ചീത്ത പറഞ്ഞു ഇത് കളയില്ലെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം PWDക്കാർ ഈ സൈഡ് നന്നാക്കാൻ വേണ്ടി വന്നവരാണ്. അവർക്ക് കാശ് കൊടുത്തിട്ടാണോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഇങ്ങോട്ട് കയറി അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇല കൊണ്ട് പോലും ഈ നടക്കുന്ന ജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്നതല്ല ഇവിടെ നിന്ന് പേരയോ മൾബറിയോ ഒന്നും. അപ്പോൾ അത് ഈ രീതിയിൽ കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ ആ കക്ഷി പറഞ്ഞത് ഞങ്ങളോട് PWDക്കാർ പറഞ്ഞിട്ടാണ് ഇത് കളഞ്ഞത് എന്നാണ് ആ JCBയുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നട്ടതും അവർ നടിയിപ്പിച്ചു, നശിപ്പിച്ചതും ഈ ജനങ്ങൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെന്തെങ്കിലും നിയമപരമായ നടപടികൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളൂ. റോഡ് ശുചീകരണത്തിന്റെ മറവിലാണ് ഈ പരിസ്ഥിതി വിരുദ്ധ പ്രവൃത്തിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പേര, ഞാവൽ, മാവ് എന്നീ വൃക്ഷത്തൈകളാണ് കൂടുതലും വെട്ടിമാറ്റിയത്. കൂലിപ്പണിക്കാരനായ കണ്ണന്റെ പച്ചപ്പിനോടുള്ള സ്നേഹത്തെയും അധ്വാനത്തെയും വെല്ലുവിളിക്കുന്ന സംഭവം ഇതാദ്യമല്ല. 3 വർഷം മുൻപും സമാനമായ രീതിയിൽ ഇതേ സ്ഥലത്തെ മരങ്ങൾ വെട്ടിനശിപ്പിച്ചിരുന്നു. അന്ന് ഈ പ്രദേശത്ത് സ്ഥാപിച്ച ഒരു സ്വകാര്യ വ്യക്തിയുടെ ഹോർഡിംഗ്സിന് മറയാകുന്നു എന്ന കാരണത്താലാണ് മരങ്ങൾ അറുത്തുമാറ്റിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ മരങ്ങളെല്ലാം നട്ടുനനച്ചു വളർത്തിയത് കണ്ണനാണെന്ന വിവരം നാട്ടുകാർ അറിഞ്ഞതും കണ്ണന്റെ പരിസ്ഥിതി സ്നേഹത്തെ തിരിച്ചറിഞ്ഞതും. കഴിഞ്ഞ 25 വർഷത്തിലേറെയായി പുലർച്ചെ എഴുന്നേറ്റ് കിലോമീറ്ററുകളോളം നടന്ന് MC റോഡിന്റെ അരികുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും നിത്യേന 50-ലധികം കുടം വെള്ളം ചുമന്നുകൊണ്ടുവന്ന് അവ നനയ്ക്കുകയും ചെയ്യുന്നത് കണ്ണന്റെ ദിനചര്യയാണ്. PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒട്ടേറെ അവാർഡുകളും കണ്ണൻ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വന്തം അധ്വാനവും സമയവും നൽകി തണലൊരുക്കാൻ ശ്രമിച്ച മരങ്ങൾ വീണ്ടും വെട്ടിനിരത്തപ്പെട്ടത് കണ്ണനെ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. റോഡ് ശുചീകരണത്തിന്റെ പേരിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നും മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. ഹൈസ കറി പൗഡർ, the taste of royalty.